നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടി വിജയമായി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നത്. രാവിലെ 7:30 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സേനകളെ അഭിനന്ദിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലാണ്. നടി കസ്തൂരി BJP അംഗത്വം സ്വീകരിച്ചു. തമിഴ്നാട് BJP അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനിൽ നിന്ന് കസ്തൂരി അംഗത്വം സ്വീകരിച്ചു. നയിനാർ നാഗേന്ദ്രൻ തന്റെ എക്സിലൂടെ അംഗത്വം സ്വീകരിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു. അമിത്ഷാ 22-ന് കേരളത്തിലെത്തും. മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വീണ്ടും കേരളത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാനായിട്ടാണ് അമിത്ഷാ എത്തുന്നത്. ജൂലൈ 12-ന് തിരുവനന്തപുരത്ത് അമിത്ഷാ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായാണ് 22-ന് എത്തുന്നത്. കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിൽ അടുത്ത 100 ദിവസത്തേക്കുള്ള മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും. നടൻ ബിജുക്കുട്ടൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. പാലക്കാട് ദേശീയപാതയിൽ നടൻ ബിജുക്കുട്ടൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ബിജുക്കുട്ടനും കാർ ഡ്രൈവർക്കും നേരിയ പരിക്കേറ്റു. ഇരുവരും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ 6 മണിയോടെയാണ് സംഭവം. ആടുത്രി സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ദേശീയപാതയിൽ വടക്കുമുറിക്ക് സമീപം നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിറകിൽ ബിജുക്കുട്ടൻ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു. സംസ്ഥാനത്ത് വൻ കവർച്ച. സ്ഥലം വിറ്റ പണവുമായി യുവാക്കൾ സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. 2 കോടി രൂപ കവർന്നു. നന്നമ്പ്ര തെയ്യാലിങ്കലിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം കാർ ആക്രമിച്ച് 2 കോടി രൂപ കവർന്നു. തെയ്യാലിങ്ങൽ ഹൈസ്കൂൾ പടിയിലാണ് സംഭവം. കൊടിഞ്ഞിയിൽ നിന്ന് സ്ഥലം വിറ്റ പണവുമായി കാറിൽ മടങ്ങുന്ന തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് കവർച്ചയ്ക്കിരയായത്. വസ്തു വിറ്റ പണമായി 1.95 കോടി രൂപയാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച കാറിന് മുന്നിൽ കവർച്ചാ സംഘം കാറിട്ട് തടയുകയും വടിയും വാളും ഉപയോഗിച്ച് വാഹനം തകർക്കുകയുമായിരുന്നു. കാറിനകത്ത് ബാഗിൽ സൂക്ഷിച്ച പണമെടുത്ത സംഘം രക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യമന്ത്രിയെ കണ്ട് വിഷമം പറയാനെത്തിയ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. ശമ്പള പ്രതിസന്ധിയെക്കുറിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് പരാതി പറയാനെത്തിയ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്ത പോലീസ്. സംഘം ചേർന്ന് കലാപശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസ്. പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽരാജിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത്. 2 മാസമായി ശമ്പളം ലഭിച്ചില്ലെന്നായിരുന്നു ഇവരുടെ പരാതി. അമ്മയെ ഇനി ഇവർ നയിക്കും. പ്രസിഡന്റ് ശ്വേത മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. താരസംഘടനയായ അമ്മയെ നയിക്കാൻ വനിതകൾ. വാശിയേറിയ പോരാട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും തെരഞ്ഞെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നത്. ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉണ്ണി ശിവപാലും ജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൊല്ലത്ത് 65-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതി പിടിയിൽ. മിയന്നൂർ സ്വദേശി അനൂജാണ് പിടിയിലായത്. ക്ഷേത്രത്തിൽ പോയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയ 65-കാരിയാണ് രാവിലെ ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. കണ്ടനെല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു സംഭവം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിലൂടെ പോകുന്നതിനിടെ വയോധിക യുവാവ് പിന്തുടരുകയായിരുന്നു. തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഹുമയൂൺ കുടീരത്തിലെ ഒരു കെട്ടിടത്തിന്റെ ഭിത്തി തകർന്നു വീണു. 5 മരണം. ഹുമയൂൺ കുടീരത്തിന്റെ ഭാഗമായ ഒരു കെട്ടിടത്തിന്റെ ഭിത്തി തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 സ്ത്രീകളും 2 പുരുഷന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നത്. തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധന നടക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് ഡൽഹി നിസാമുദ്ദീനിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പൈതൃക സ്മാരകമായ ഹുമയൂൺ ടോംബ്. അതിശക്തമായ മഴ. നാളെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചത്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല.